ഹായ്. ഒരു പ്രസംഗത്തിൽ പ്രാസംഗികൻ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ അനുഭവമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇപ്പോൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ കുട്ടനാട്ടിലാണ് ജനിച്ചതും വളർന്നതും. ഞങ്ങളുടെ അവിടുത്തുകാര് മീൻകറി വെക്കുന്നത് മൺചട്ടിയിലാണ്, കൊടംപുളി ഇട്ടാണ് സാധാരണ മീൻകറി വെക്കാറുള്ളത്. മീൻകറി വെക്കുമ്പോഴൊക്കെ അമ്മ നല്ല പ്രധാനപ്പെട്ട കഷ്ണങ്ങളൊക്കെ മക്കൾക്ക് നൽകും. അവശേഷിക്കുന്ന കുറച്ച് കറുത്ത ഭാഗങ്ങൾ, മീൻസ് കറുത്ത സാധനം, അതായത് കൊടംപുളി മൺചട്ടിയിൽ നീക്കി വെക്കും. അമ്മ തനിച്ചിരുന്ന് കഴിക്കുന്നത് കാണാമെന്ന് പറഞ്ഞു. അമ്മയോട് ആ കുട്ടി എന്നും വഴക്കുണ്ടാക്കുമായിരുന്നു അത്രേ. എനിക്ക് എന്താണ് ആ പ്രധാനപ്പെട്ട ഒരു ഡിഷ് തരാത്തെ? ആ കുട്ടി തെറ്റിദ്ധരിച്ചിരുന്നു ആ കൊടംപുളി ഏറ്റവും പ്രധാനപ്പെട്ട ടേസ്റ്റുള്ള മീൻകറിയിലെ ഭാഗമാണ് എന്ന്. അമ്മയോട് പരിഭവം ഉണ്ടായി, അമ്മയോട് വഴക്കുണ്ടാക്കും, എനിക്ക് എന്തുകൊണ്ടാണ് ആ സാധനം തരാത്തത് എന്ന് ചോദിച്ച്. അമ്മ മറുപടി ഒന്നും പറയില്ല. മറുപടി പറയാം, അമ്മ അത് കഴിച്ചുകൊണ്ടേയിരിക്കുമായിരുന്നു. ഏകദേശം ആ മകൻ വളർന്നു വലുതായപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് അത് ആർക്കും വേണ്ടാത്ത ചണ്ടിയാണ് ആ കൊടംപുളി എന്ന്. അപ്പൊ അതിലൂടെ അദ്ദേഹത്തിന് മനസ്സിലായത് എന്താണെന്നറിയാവോ? അദ്ദേഹം പറഞ്ഞു വരുന്നത് ഇങ്ങനെയാണ്: നമ്മുടെയൊക്കെ അമ്മമാര് നമ്മളെ വളർത്തുന്നത് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചാണ്, ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചാണ്. എങ്കിലും ആ കഷ്ടപ്പാടുകൾ അറിയാതെയാണ് മക്കളെ വളർത്തുന്നത് എന്നാണ്. അത് ഈ കാലഘട്ടത്തിലെ, ഈ ആധുനിക സൗകര്യങ്ങളുള്ള ഈ കാലഘട്ടത്തില് മക്കൾ പലരും മനസ്സിലാക്കുന്നില്ല എന്നാണ് അദ്ദേഹം ആ ഒരു സംഭവത്തിലൂടെ അദ്ദേഹം പറഞ്ഞു വരുന്നത്. സാധാരണ ഇപ്പൊ പലരും ഇവിടെയും അനുഭവം എടുക്കുകയാണെങ്കിൽ 5-ാമത്തെ വയസ്സിൽ മകൻ പറയും, എൻ്റെ അപ്പൻ നല്ല അപ്പനാണ്. കൂട്ടുകാരോടൊക്കെ പറയും, വീമ്പളക്കും, എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, ഒരുപാട് കരുതുന്നുണ്ട്, എൻ്റെ അപ്പൻ ഒരു നല്ല അപ്പനാണ്. 10-ാമത്തെ വയസ്സിൽ മകൻ പറയും, അപ്പൻ നല്ല ആളാണ്, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ദേഷ്യപ്പെടും എന്നിങ്ങനെ പറയും. 15-ാമത്തെ വയസ്സിൽ ആ മകൻ പറയും, അമ്മയോട് പറയും, അച്ഛനോട് പറയണം അനാവശ്യമായിട്ട് എന്റെ കാര്യത്തിലും നീ ഇടപെടാൻ വരരുതെന്ന്, എന്നെ ശല്യം ചെയ്യരുതെന്ന് പറഞ്ഞേക്കണമെന്ന് 15-ാമത്തെ വയസ്സിൽ മകൻ അമ്മയോട് പറയും. 20-ാമത്തെ വയസ്സിൽ മകൻ പതുക്കെ അമ്മയുടെ അടുത്ത് വരും. അമ്മ അടുക്കളയിൽ പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയായിരിക്കും. പതുക്കെ വന്നിട്ട് ചെവി ചോദിക്കും, എങ്ങനെയാണ് അമ്മയെ കഴിഞ്ഞു പോകുന്നത്? ഇയാളെ എങ്ങനെയാണ് അമ്മ കല്യാണം കഴിച്ചത്? എങ്ങനെ സഹിക്കുന്നു ഈ അപ്പനെ കൊണ്ട് എന്ന് മകൻ രഹസ്യമായിട്ട് വന്ന് അമ്മയുടെ ചെവിയിൽ പറഞ്ഞിട്ട് പോകും. 30-ാമത്തെ വയസ്സിൽ ആ മകൻ വീണ്ടും പറയും, സോറി, ഞാൻ എൻ്റെ അപ്പനോട് സംസാരിക്കാറില്ല, എൻ്റെ അപ്പനെ കുറിച്ച് നിങ്ങൾ എന്നോടൊന്നും ചോദിക്കണ്ട, ഞാൻ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഇടപെടാറില്ല, എനിക്ക് എൻ്റെ കാര്യം, അപ്പന്റെ കാര്യം, അതുകൊണ്ട് എന്നോടൊന്നും ചോദിക്കണ്ട എന്ന് പറയും. 40-ാമത്തെ വയസ്സിൽ ആ മകൻ വീണ്ടും പറയും, എൻ്റെ അപ്പൻ ദേഷ്യപ്പെട്ടാലും നല്ല അപ്പനാണ് എന്ന്. 40-ാമത്തെ വയസ്സ് പറയാണെന്ന് ഓർക്കണം, എൻ്റെ അപ്പൻ ദേഷ്യപ്പെട്ടാലും നല്ല അപ്പനാണെന്ന്. കാരണം ആ പ്രായമാകുമ്പോൾ അദ്ദേഹത്തിനും ഒരു മകനുണ്ടായി. അപ്പന്റെ അവസ്ഥ, അപ്പന്റെ ഫീലിങ്സ് എന്താണെന്ന് അവന് മനസ്സിലാക്കാൻ കഴിയും. 50-ാമത്തെ വയസ്സിൽ ആ മകൻ പറയും, മൈ ഡാഡി ഈസ് ഗ്രേറ്റ്, എൻ്റെ അപ്പൻ വലിയവനാണ്. മൈ ഡാഡി ഈസ് ഗ്രേറ്റ്, എൻ്റെ അപ്പൻ വലിയവനാണ് എന്ന്. 50-ാമത്തെ വയസ്സ്, 50 വർഷം എടുത്തു മൈ ഡാഡി ഈസ് ഗ്രേറ്റ് എന്ന് പറയുവാനായിട്ട്. കാരണം എന്താണെന്നറിയാവോ? അപ്പോഴേക്കും അവനും ഒരു 30 വയസ്സുള്ള മകനോ മകളോ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. അവനറിയാം അപ്പന്റെ അവസ്ഥയിലൂടെ അവൻ കടന്നു പോയിരിക്കുന്നു. 50 വർഷം എടുത്തു ആ ഒരു തിരിച്ചറിവ് ഉണ്ടാകാനായിട്ട്, മൈ ഡാഡി ഈസ് ഗ്രേറ്റ് എന്ന് പറയുവാനായിട്ട്. ഞാൻ ഒരു കാര്യം ഒന്ന് ഓർമ്മിപ്പിച്ചോട്ടെ. എത്രയൊക്കെ സമ്പാദിച്ചാലും, എത്രയൊക്കെ നേടിയാലും, എത്ര വില കൂടിയ കാറിൽ സഞ്ചരിച്ചാലും, എത്ര വലിയ മണിമാളികയിലാണ് നമ്മൾ കിടന്നു ഉറങ്ങിയാലും, നമുക്ക് നമ്മളുടെ അപ്പനെയും അമ്മേനെയും സ്നേഹിക്കാനോ കരുതാനോ കഴിഞ്ഞില്ല എങ്കിൽ, അവരെ വേദനിപ്പിക്കാൻ മാത്രമേ നമുക്ക് സാധിച്ചുള്ളൂ എങ്കിൽ നമുക്ക് മനസ്സമാധാനം ഉണ്ടായിരിക്കില്ല. നമ്മൾ ദാരിദ്ര്യം അനുഭവിക്കും. എന്തിനാണെന്നറിയാവോ? മനസ്സമാധാനത്തിന്. മനസ്സമാധാന ദാരിദ്ര്യമായിരിക്കും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുക. ദൈവം ഒരിക്കലും നിങ്ങളോട് ചോദിക്കില്ല നിങ്ങൾ എത്ര സമ്പാദിച്ചു എന്ന്, നിങ്ങൾ എത്ര കോടി നേടി എന്ന്, എത്ര വലിയ മണിമാളികയാണ് പണിതു എന്ന്.
ദൈവം നിങ്ങളോട് ചോദിക്കില്ല. പക്ഷെ ദൈവം നിങ്ങളോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് സ്നേഹിക്കാനായിട്ട് ഞാൻ 2 ഹൃദയങ്ങൾ സമ്മാനിച്ചിട്ടുണ്ടായിരുന്നു. ആ ഹൃദയങ്ങളെ നിങ്ങൾ സ്നേഹിച്ചുവോ എന്ന് ദൈവം ചോദിക്കും. ആ ഹൃദയങ്ങളെ കരുതിയോ എന്ന് നിങ്ങളോട് ദൈവം ചോദിക്കും. എൻ്റെ കൂട്ടുകാരെ, ഞാൻ ഒന്നും കൂടി ഒന്ന് ഓർമ്മിപ്പിച്ചോട്ടെ. നമുക്ക് തിരിച്ചറിവ് കിട്ടി. എൻ്റെ അപ്പനും അമ്മയുമാണ് വലുതാണ്, ഈ ഭൂമിയിൽ ഏറ്റവും വലുതാണ്, ഏറ്റവും വലിയ സമ്പത്താണെന്ന് തിരിച്ചറിവ് കിട്ടുവാനായിട്ട് 50 വർഷം വരെ നമുക്ക് കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഒരുപക്ഷെ ആ ഒരു തിരിച്ചറിവ് കിട്ടി നിങ്ങൾ തിരിച്ചു വരുമ്പോഴേക്കും കുമ്പസാരക്കൂട് പോലും നിങ്ങൾക്കായി കാത്തിരിക്കില്ല എന്നൊരു യാഥാർത്ഥ്യം മറന്നു പോകരുതേ. സ്നേഹത്തോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഗോഡ് ബ്ലെസ് യു.